സ്വാഗതം. പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി സെബാസ്റ്റ്യന്റെ കുറ്റസമ്മതം. മൃതദേഹം പല കഷ്ണങ്ങളായി മുറിച്ച് മറവു ചെയ്തു. സെബാസ്റ്റ്യനുമായി വേളാങ്കണ്ണിയിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും. റിമാൻഡ് റിപ്പോർട്ട് ന്യൂസ് 18. ഷാഫി പറമ്പിലിനെതിരെ ഗുരുതര ആരോപണവുമായി CPM. പെൺകുട്ടികളെ ബംഗളൂരുവിലേക്ക് വിളിക്കുന്നതായി പാലക്കാട് ജില്ലാ സെക്രട്ടറി. നന്നായി കണ്ടായി എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ് മാസ്റ്റർ തന്നെ. ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ. സ്ത്രീ വിഷയത്തിൽ ഷാഫിയും രാഹുലും കൂട്ടുകച്ചവടക്കാരെന്നും EN സുരേഷ് ബാബു. പാലക്കാട്ടെ പൊതുപരിപാടികളിൽ സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. നിലപാട് മയപ്പെടുത്തി DCC. കണ്ടാവുണ്ടാതെ പറയുന്നതിൽ നിങ്ങൾ ഊരുവിളക്ക് പോലെ പറയുന്നത്. രാഹുലിന് ആരുടെയും സഹായം വേണ്ട. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹം അറിയാവുന്ന ധാരാളം വോട്ടർമാരും പ്രവർത്തകരുമാണ്, ആള് ജനങ്ങളും ഉണ്ട്. അദ്ദേഹം പോവും, അതിനെന്താ കുഴപ്പം? മണ്ഡലത്തിൽ പോകരുതെന്ന് പറയാൻ കഴിയില്ലെന്ന് K മുരളീധരൻ. സസ്പെൻഷൻ നാടകമാണെന്ന് തെളിഞ്ഞതായി CPM. കോൺഗ്രസ് സമീപനം ചോദ്യം ചെയ്യപ്പെടുമെന്ന് BJP. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ KPCC നേതൃത്വം. നേതാക്കൾ NSS ആസ്ഥാനത്തെത്തി ചർച്ച നടത്തും. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് UDF ഉണ്ടായിരുന്നുള്ളൂ എന്ന് VD സതീശൻ. NSSുമായി എക്കാലത്തും കോൺഗ്രസിന് നല്ല ബന്ധമെന്ന് സണ്ണി ജോസഫ്. G സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ ബാനർ. കുടുംബകാര്യത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് വിമർശനം. കടുത്ത ഗ്രൂപ്പ് പോരിനിടെ വയനാട് DCC പ്രസിഡന്റ് രാജിവെച്ചു. രാജി KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന്. പാർട്ടി തീരുമാനം തുടർച്ചയായ വിവാദങ്ങൾക്ക് പിന്നാലെ. ഭൂട്ടാൻ വാഹന തട്ടിപ്പ് അന്വേഷണത്തിന് EDയും. കള്ളപ്പണ ഇടപാട് നടന്നതായാണ് പ്രാഥമികമായ കണ്ടെത്തൽ. കൊച്ചിയിൽ പിടിച്ച ഫസ്റ്റ് ഓണർ വാഹനം മലയാളിയുടേതെന്ന് സംശയം. ചെക്ക് കർശന പരിശോധന. ലഡാക്ക് സംഘർഷത്തിൽ രാഷ്ട്രീയ വിവാദം. പരിസ്ഥിതി പ്രവർത്തകൻ സോണൽ വാങ്ചുങ്ങിന്റെ പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് കോൺഗ്രസ് കൗൺസിലർ സെപാങ് എന്ന് BJP. ലേയിൽ നിരോധനാജ്ഞ തുടരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെ പരാതി നൽകി BCCI. പരാതി ഏഷ്യ കപ്പ് മത്സരത്തിനിടെ പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിച്ചതിന്. ഹാരിസ് റൌഫിനും സാബിത് സാദ ഫർഷാദിനുമെതിരെ നടപടി വേണമെന്ന ആവശ്യം. താരങ്ങളെ ICC വിളിപ്പിച്ചേക്കും. സംസ്ഥാനത്തെ സംയോജിത ലഹരി പുനരധിവാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. IRCAകൾക്കുള്ള ധനസഹായ വിതരണം മുടങ്ങിയിട്ട് 1.5 വർഷം. ഓരോ കേന്ദ്രവും പ്രവർത്തിക്കുന്നത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയിൽ. ന്യൂസ് 18 കേരളം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഗ്രാൻഡ് ഫിനാലെ നാളെ നടക്കും. മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ബിന്ദുവിനെ കൊന്നത് തന്നെ. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ റിമാൻഡ് റിപ്പോർട്ട് ന്യൂസ് 18. ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്ന് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. മൃതദേഹം പല കഷ്ണങ്ങളായി വിവിധയിടങ്ങളിൽ മറവ് ചെയ്തുവെന്നും പ്രതി സെബാസ്റ്റ്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. ജൈനമ തിരോധാന കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ബിന്ദു പത്മനാഭനെ കൊന്നുവെന്ന് പ്രതി സമ്മതിച്ചത്. കുറ്റസമ്മത മൊഴി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കി. സെബാസ്റ്റ്യനുമായി വേളാങ്കണ്ണിയിൽ ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തി.
ശരണ്യ സ്നേഹത്തിൽ ചേരുന്നു. ശരണ്യ, ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തല തിരോധാന കേസുകളിലെ ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പ്രതി കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് തന്നെ പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കമാണ് എത്ര കണ്ട് നിർണായകമാണ് സെബാസ്റ്റ്യന്റെ ഈ കുറ്റസമ്മത മൊഴി? സജിത്ത, ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹേമന്ത് കുമാർ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ജൈനമ്മ തിരോധാന കേസിൽ അന്വേഷണ സംഘം, കോട്ടയത്തെ അന്വേഷണ സംഘം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ കൊലപാതക വിവരം സ്ഥിരീകരിച്ചതിനോടൊപ്പം ഇയാൾ മൃതദേഹങ്ങൾ ഈ കുറ്റസമ്മത മൊഴി നൽകിയിട്ടുള്ളതായും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഈ കുറ്റസമ്മത മൊഴിയിലെ പ്രസക്ത ഭാഗങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ബിന്ദു പത്മനാഭനെ ഇയാൾ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, മൃതദേഹാവശിഷ്ടങ്ങൾ പലയിടങ്ങളിലായി, സംസ്ഥാനത്തിന് പുറത്തടക്കം പലയിടങ്ങളിലായി ഇയാൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സെബാസ്റ്റ്യൻ വളരെ സൂത്രശാലിയായ ഒരു കുറ്റവാളിയാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇയാൾ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയും എന്നറിയില്ല. പക്ഷേ ഇയാൾ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നുള്ള കുറ്റസമ്മത മൊഴി അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ആവശ്യപ്പെടുന്നത് വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള പുറത്തുള്ള പല സംസ്ഥാനത്തിന് പുറത്ത് പലയിടങ്ങളിലും ബിന്ദുവും സെബാസ്റ്റ്യനും ഒന്നിച്ച് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല, ബിന്ദുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ സംസ്ഥാനത്തിന് പുറത്ത് പലയിടങ്ങളിൽ ഇയാൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സെബാസ്റ്റ്യനുമായി വേളാങ്കണ്ണി അടക്കമുള്ള ഇടങ്ങളിൽ കൊണ്ടുപോയി ഉടുപ്പിയും വേളാങ്കണ്ണിയും അടക്കമുള്ള സ്ഥലങ്ങളിൽ സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നുള്ളതാണ്. അത്തരത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും പ്രധാനമായ ഇപ്പോൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, കേരളത്തിൽ തന്നെ വിവിധ ഇടങ്ങളിലായി 5 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന കേസിന്റെ തുടക്കം ബിന്ദു പത്മനാഭൻ കേസിൽ നിന്നാണ്. സെബാസ്റ്റ്യൻ എന്ന കുറ്റവാളിയുടെ ഒരു രീതി പരിശോധിക്കുമ്പോൾ അയാൾ എത്രമാത്രം കുറ്റകൃത്യങ്ങൾ 2006 വരെ വിട്ടു നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ ബിന്ദു പത്മനാഭനാണോ തുടക്കമെന്നറിയില്ല. പക്ഷേ ആധികാരികമായി അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കേസുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട കേസ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ബിന്ദു പത്മനാഭൻ കേസായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ കുറ്റസമ്മത മൊഴി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 2006 ബിന്ദു പത്മനാഭൻ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 2006 മുതൽ ബിന്ദു ജീവനോടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട് 2013 കാലയളവിൽ വരെ ബിന്ദുവിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ പല ഇടങ്ങളിൽ നിന്നായി സെബാസ്റ്റ്യനും സംഘവും ചേർന്ന് തട്ടിയെടുത്തിരുന്നു. സെബാസ്റ്റ്യൻ അതിന് വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി, ബിന്ദുവിന്റെ പേരിൽ വ്യാജ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി. അങ്ങനെ പല രീതിയിലുള്ള വ്യാജരേഖകളും വ്യാജ വ്യക്തികളെയും അടക്കം ഹാജരാക്കിയാണ് രജിസ്ട്രേഷൻ ഓഫീസിലടക്കം കൊണ്ടുവന്നാണ് അത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇടപ്പള്ളിയിൽ അടക്കമുള്ള കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുത്തിരുന്നു. സെബാസ്റ്റ്യൻ ഈ കേസിൽ കൃത്യമായി ഇൻവോൾവ് ആണ് എന്നുള്ളത് ന്യൂസ് 18 അന്വേഷണ വഴികളിൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായി കഴിഞ്ഞിരുന്നു. ബിന്ദുവിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള രൂക്ഷമായ വെളിപ്പെടുത്തൽ നടത്തിയതും ന്യൂസ് 18ലൂടെയാണ്. മാത്രമല്ല, ബിന്ദു പത്മനാഭനെ കാണാതാകുന്ന സമയത്ത് ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ കണ്ണായ ഭൂമി അത് സതീശൻ എന്ന വ്യക്തിക്ക് ബിന്ദു നേരിട്ടെത്തി വിൽപ്പന നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നുള്ളത് സതീശൻ ന്യൂസ് 18ലൂടെ പുറത്തു പറഞ്ഞിരുന്നു. സതീശനെ ഈ കേസിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കേസ് എത്തി നിൽക്കാൻ പോകുന്നത് ഒരു വലിയ ഭൂമാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരോധാനങ്ങളിലേക്കാകും എന്നുള്ള സൂചനകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ബിന്ദുവിന്റെ ഭൂമി തട്ടിയെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹേമന്ത് കുമാർ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ അന്വേഷണത്തിൽ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ കൊല ചെയ്യപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. സജിത്. യെസ്, എന്തായാലും ചേർത്തല തിരോധാന കേസുകളിലെ സുപ്രധാനമായ ഒരു നീക്കമായി കൂടി ഇത് മാറുകയാണ്. ഇതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പിടികൊടുക്കാതിരുന്ന സെബാസ്റ്റ്യൻ ഇതാദ്യമായി ഒരു കുറ്റസമ്മത മൊഴി നടത്തുകയാണ്. അതാണിപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമാക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ബിന്ദു പത്മനാഭൻ കേസിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളും കണ്ടെത്തലിലേക്കും അന്വേഷണ സംഘം എത്തുന്നതിനോടൊപ്പം ചേർത്തല തിരോധാന കേസുകളിലെ മറ്റ് കേസുകളിലേക്ക് കൂടി സുപ്രധാനമായ നീക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകും നമുക്ക് കരുതാം.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജി. തുടർച്ചയായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേതൃത്വം രാജി ആവശ്യപ്പെട്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിനിടെ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും സമയം അനുവദിച്ചിരുന്നില്ല. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, വയനാട് DCCയിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ ചെറുതല്ല, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, നിരവധി വിവാദ വിഷയങ്ങൾ KPCC നേതൃത്വത്തെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങളായി മാറിയിരുന്നു. എന്തുകൊണ്ട് DCC പ്രസിഡന്റ് രാജി ആവശ്യപ്പെടുന്നില്ല എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നീക്കം KPCCയിൽ നിന്നും ഉണ്ടായത്? എന്താണ് ND അപ്പച്ചന്റെ പ്രതികരണം? സജിത്ത്, വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ND അപ്പച്ചന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവർ KPCC നേതൃത്വത്തെ അടക്കം ഈ കാര്യം അറിയിക്കുകയും ചെയ്തതാണ്. ഇതിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും പ്രതിദാനം ചെയ്യുന്ന മണ്ഡലമാണ് വയനാട്. അങ്ങനെ ഒരു സ്ഥലം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ പാർട്ടിയെ മുഴുവൻ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജോസ് നെല്ലിടത്തെന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി ആത്മഹത്യ ചെയ്ത സാഹചര്യമുണ്ടായത്. ഇതോടെയാണ് ND അപ്പച്ചൻ്റെ നില കൂടുതൽ പരുങ്ങലിലായത്. അതായത് ഇനി ഈ നിലയിൽ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന നിലപാടിലേക്ക് KPCC നേതൃത്വം തന്നെ എത്തുകയായിരുന്നു. അങ്ങനെയാണ് KPCC നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തുകയും മുതിർന്ന നേതാക്കളുമായി അടക്കം കൂടിയാലോചിച്ച ശേഷം ND അപ്പച്ചൻ്റെ രാജി ആവശ്യപ്പെടണമെന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയും ചെയ്തത്. അതായത് നിലവിൽ പാർട്ടിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നടപടിയിലൂടെ പ്രതിരോധം തീർക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലാണ് KPCC നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ND അപ്പച്ചൻ്റെ രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായി പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ നേരിൽ കാണാനും കാര്യങ്ങൾ വിശദീകരിക്കാനും ND അപ്പച്ചൻ ശ്രമിച്ചിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാതിരുന്നത് ഈ വിവാദങ്ങളിൽ പ്രിയങ്കയ്ക്കുള്ള കടുത്ത അതൃപ്തിയെ തുടർന്നാണ് എന്നാണ് പ്രിയങ്കയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടടക്കം പുറത്തുവരുന്ന സൂചനകൾ. എന്തായാലും ND അപ്പച്ചൻ്റെ രാജിയിലൂടെ വയനാട് കോൺഗ്രസിനെ പിടിച്ചുലച്ച വിവാദങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധം തീർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. ഞാൻ ഒരു കാര്യം കൂടി, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിനു മുമ്പായി ഒരു പുതിയ അധ്യക്ഷനെ അവിടെ നിയമിക്കപ്പെടുമോ? അതുണ്ടാകുമോ? പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന സൂചനകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ പുനഃസംഘടന പട്ടികയ്ക്കൊപ്പം വയനാടിൻ്റെ കാര്യത്തിലും പുതിയ DCC അധ്യക്ഷൻ വരും. അതല്ല, പുനഃസംഘടന വൈകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പകരം താൽക്കാലിക ചുമതല, തിരുവനന്തപുരത്തേതിന് സമാനമായ തരത്തിൽ പകരം താൽക്കാലിക ചുമതല മറ്റേതെങ്കിലും നേതാവിന് കൈമാറാനുള്ള സാധ്യതയാണ് ഉരുത്തിരിയുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വയനാട് DCCയിലെ തർക്കങ്ങൾ KPCCയെ പ്രതിസന്ധിയിലാക്കിയത് ചെറുതല്ല. പല വിഷയങ്ങളുണ്ടായിരുന്നു. അവിടെ ഗ്രൂപ്പ് തർക്കങ്ങളാണ് ഇതിനിട വെച്ചത്. ഒടുവിൽ DCC പ്രസിഡന്റ് രാജി KPCC ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ രാജിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി വയനാട്ടിലെ വിവാദങ്ങൾ അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലോട് നിലപാട് മയപ്പെടുത്തുകയാണ് പാലക്കാട് DCC. രാഹുലിന് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് DCC പ്രസിഡന്റ് A തങ്കപ്പൻ്റെ പ്രതികരണം. KPCC പ്രസിഡന്റ് മിനിഞ്ഞാന്ന് വരെ പ്രതിപക്ഷ നേതാവ് നിങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മീറ്റിംഗിൽ പറഞ്ഞാണ്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാതെ വേറൊന്നും അറിയാം. പിന്നെ കണ്ടാതെ പറയുന്നതിൽ നിങ്ങൾ ഊരുവിളക്ക് പോലെ പറയുന്നത്. രാഹുലിന് ആരുടെയും സഹായം വേണ്ട. അദ്ദേഹത്തിന്റെ കോൺസ്റ്റൻസി അദ്ദേഹം അറിയാവുന്ന ധാരാളം വോട്ടർമാരും പ്രവർത്തകരുമാണ്. ജനങ്ങളും ഉണ്ട്. അദ്ദേഹം പോവും, അതിലെന്താ കുഴപ്പം? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ അറിയാത്തതും പറയണം. എനിക്കറിയാത്ത കാര്യം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത നടപടിയാണ് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു സ്വീകരണവും ഇല്ലല്ലോ. നിങ്ങൾ എന്താ അവിടെ എന്ത് സ്വീകരണം? അയാൾ സ്റ്റാഫും മറ്റേ രണ്ടാളുള്ളതല്ല, ഒരു സ്വീകരണവും ഇല്ല. ഞങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ മണ്ണാക്കാടൊക്കെ എത്തിയിട്ടാണ് അദ്ദേഹം വന്നു എന്ന് തന്നെ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വീകരണം ഒരുക്കാൻ ഞങ്ങൾക്കറിയാം. പാർട്ടിയുടെ മാറ്റി നിർത്തിയത്, പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അതിപ്പോഴും നിലനിൽക്കുന്നതാണ്. ഒരു പാർട്ടിയും അതിന്റെ പരിപാടിയിൽ പങ്കാളിത്തമില്ല. ഞാൻ ചോദിച്ചാൽ അദ്ദേഹത്തിന് നടപടിയെടുത്ത് വെളിയിൽ നിൽക്കുന്നു അല്ലേ? പിന്നെ അദ്ദേഹം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റും? പൗരനല്ലേ, MLA അല്ലേ അവിടുത്തെ? നിങ്ങൾ അതൊന്നും നടക്കാൻ പാടില്ല. അയാൾ നിങ്ങൾ പറയുന്നതിൽ വളർത്തൂല്ല. നിങ്ങളൊരു കാര്യം വേണ്ടേ, അദ്ദേഹം വരുമ്പോ വഴിമാറി നടക്കണം എന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആചാരം പോലെ ഒന്നും പറയരുത്.
അദ്ദേഹത്തിന് MLA ആണ്, അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലോ അവിടെ മരിച്ചവിടെയോ അല്ലെങ്കിൽ കല്യാണത്തിനോ അദ്ദേഹം വിളിച്ചിട്ടാണ് പോവുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല, അത്ര മാത്രമേ ഉള്ളൂ. അല്ല, പാർട്ടി പരിപാടി പങ്കെടുപ്പിക്കും. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടത് അതാണ് ഞാൻ ചോദിച്ചത്. MLA എന്നുള്ള നിലയിൽ സഹകരിക്കുമോ? MLA എന്ന നിലയിൽ സഹകരിക്കുമോ? പാർട്ടി എഴുതി കൊടുക്കാൻ പറ്റും. MLA എന്ന നിലയിൽ സഹകരിക്കും. അദ്ദേഹം എന്തിനു സഹകരിക്കും? അവിടെ ജനങ്ങൾ സഹകരിക്കും, ഞങ്ങൾ സഹകരിക്കേണ്ട കാര്യമില്ല. കൃത്യമാണ്. ഇതിൽ DCC പൊതുവിൽ നിലപാട് മയപ്പെടുത്തുകയാണ്. പാലക്കാട് പതിയെ പൊതുപരിപാടികൾ സജീവമാവാൻ രാഹുൽ മാങ്കൂട്ടം ഒരുങ്ങുകയാണ്. അതിന് DCCയുടെ പിന്തുണയുണ്ട് എന്ന് വേണം DCC അധ്യക്ഷന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്വന്തം മണ്ഡലത്തിൽ പോകരുതെന്ന് പറയാൻ കഴിയില്ലെന്ന് K മുരളീധരനും പറയുന്നു. അദ്ദേഹവും ഈ വിഷയത്തിൽ രാഹുലിനെതിരെ നിലപാട് മയപ്പെടുത്തുന്നു എന്നതാണ് സൂചന. അത് MLA അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിക്കോട്ടെ, നമുക്ക് അതിന് തലയിടേണ്ട ആവശ്യം എന്താ? നിയമസഭയിലേക്ക് അധികം വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെറുതെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. പിന്നെ നിയോജകമണ്ഡലത്തിൽ MLA പോകരുതെന്നും പറയാൻ നിവൃത്തിയില്ല. അത് പോയിക്കോട്ടെ. ഔദ്യോഗിക പരിപാടിയൊന്നും ഇതുവരെ പങ്കെടുത്തിട്ടില്ല. സാധാരണ രീതിയിൽ മരണ വീടുകളും ഒക്കെ അധികം സന്ദർശിക്കുന്നുണ്ട്. അതിൽ MLAക്ക് സാധാരണ ഉണ്ടല്ലോ, ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരണമല്ലോ. ഇപ്പൊ അധികം MLA ആണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണം വരട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കാത്തിരിക്കാം. അതേസമയം CPM-ഉം BJP-യും രാഹുലിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ്. രാഹുൽ വിഷയത്തിലെ കോൺഗ്രസിന്റെ ഈ സമീപനം ചോദ്യം ചെയ്യപ്പെടുമെന്ന് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറയുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസുകാരുടെ സമീപനം കേരള സമൂഹം ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്ന സമയത്തും പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിലും എത്തിയത്, പാലക്കാട്ടും എത്തിയത്. ഇവിടെ പാർട്ടി പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നു. കേരളത്തിലെ സ്ത്രീ ജനങ്ങളോട് കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്തൊക്കെ തന്നെ വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടായാലും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, അതേ സമയത്ത് അവരെ ചേർത്ത് പിടിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണ്ടാവും എന്ന മെസ്സേജാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ നൽകുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പാലക്കാട്ട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കോൺഗ്രസിന്റെ നടപടി നാടകമാണെന്ന് തെളിഞ്ഞെന്നാണ് CPM-ന്റെ പ്രതികരണം. NM കൃഷ്ണദാസിന്റെ വാക്കുകൾ കേൾക്കാം. കോൺഗ്രസ് പാർട്ടിയാണ് ഇതിന് ജനങ്ങളോട് വിശദീകരണം നൽകേണ്ടത്. എന്നിട്ട് എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ എഴുന്നള്ളിച്ച് നടത്തുന്നത്? ഇത് കോൺഗ്രസ് പാർട്ടി ഈ ദുർഗന്ധം ആ പാർട്ടി ചുമലിലേറ്റി നടന്നാൽ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഇല്ലാതാവുക എന്ന് അവരുടെ നേതൃത്വം എന്താണ് മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ദുർഗന്ധത്തെ ഒഴിവാക്കാൻ അവർ തയ്യാറാവാത്തത്? അവർക്ക് മറ്റെന്തെങ്കിലും ഭയമുണ്ടോ ഈ വ്യക്തിയെ സംബന്ധിച്ച്? ഇത് കോൺഗ്രസ് പാർട്ടിയാണ് ജനങ്ങളോട് വിശദീകരിക്കേണ്ടത്. എല്ലാ നാടകമാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് ഇന്നലെ വ്യക്തമായില്ലേ? കോൺഗ്രസിന്റെ ഇനി ഏത് നേതാവാണ് ഇന്നലെ അദ്ദേഹത്തെ എന്നിട്ട് അവർ പറഞ്ഞ് ചേർത്ത് പിടിക്കും എന്നുള്ളതൊക്കെയാണ്. ദുർഗന്ധത്തെ ചേർത്ത് പിടിച്ചാൽ അവരെല്ലാവരും ദുർഗന്ധത്തിന് അടിമയായി കോൺഗ്രസ് പാർട്ടി തന്നെ നശിച്ചു പോവും എന്ന് ഈ നേതൃത്വം മനസ്സിലാക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അവർക്ക് എന്തൊക്കെയോ ഉണ്ട്. ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് വിഷമുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് നേതൃത്വത്തിൽ പലർക്കുമുണ്ട്. അതേ ജനങ്ങൾക്ക് സംശയിക്കാൻ പറ്റൂ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയാണ് വ്യക്തമാക്കേണ്ടത് എന്താണ് സമീപനം എന്നുള്ളത്. അവർ വ്യക്തമാക്കട്ടെ. അതേസമയം വിഷയത്തോട് പ്രതികരിക്കാൻ VD സതീശൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല. തീരുമാനം നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല. നിങ്ങൾ അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ്, പാർട്ടിയിൽ നിന്നും, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും. അദ്ദേഹം അവിടുത്തെ MLA അല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമന്റും ഞാൻ പറയുന്നില്ല. 38 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് രാഹുൽ മണ്ഡലത്തിൽ എത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പൊതുപരിപാടികളിലും മറ്റും പങ്കെടുത്തുകൊണ്ട് സജീവമാകാനാണ് രാഹുലിൻ്റെ തീരുമാനം. ഇതിന് DCC നേതൃത്വത്തിൻ്റെ മൗന അനുവാദവുമുണ്ട് എന്നത് വേണം നേതാക്കളുടെ വാക്കുകൾ നൽകുന്ന സൂചന. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കം വ്യക്തമാണ്. രാഹുൽ പതിയെ പൊതുമണ്ഡലത്തിലേക്ക് എത്തുക, പരിപാടികൾ സജീവമാവുകയാണെന്ന്. പക്ഷേ KPCCയെ കുഴയ്ക്കുന്ന ഒരു വിഷയം, DCC നേതാക്കൾ ഈ വിഷയത്തിൽ മൃദു സമീപനം സ്വീകരിച്ചാലും VD സതീശൻ അടക്കമുള്ളവർ കടുത്ത നിലപാടിൽ തന്നെയാണ്. എന്താണ് കോൺഗ്രസിന് ഔദ്യോഗികമായി വിഷയത്തിൽ എന്ത് നിലപാടാണുള്ളത്? ആരോപണങ്ങളെ തുടർന്ന് ഒരു മാസത്തിലധികമായി
പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം കഴിഞ്ഞ ദിവസം തിരികെ മണ്ഡലത്തിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും യുവജന നേതാക്കളും അടക്കം ഒപ്പം പിന്തുണയ്ക്കുന്ന പരസ്യ നിലപാട് സ്വീകരിച്ചതിനെതിരെ പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള വിമർശനം ഉയരുകയാണ്. ഇത് പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് വ്യക്തമാകുന്നത് എന്ന തരത്തിൽ CPM-ഉം BJP-യും വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയുണ്ടാക്കും എന്ന വിലയിരുത്തലിലാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. അവർ അക്കാര്യം ഹൈക്കമാൻഡിനെയും കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം രാഹുലിനെ അനുകൂലിക്കുന്നവരും ഒരു തരത്തിലുള്ള പരാതികളും നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ രാഹുലിനെതിരെ എത്താത്തതിനാൽ അടിയന്തരമായി രാഹുലിനെ തിരിച്ചെടുക്കാൻ തയ്യാറാകണമെന്ന വാദം ഒരു വശത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മുമ്പോട്ട് വെക്കുന്ന ന്യായം, അങ്ങനെയെങ്കിൽ കെട്ടിച്ചമച്ച പരാതികളാണ് ഉയർന്നതെങ്കിൽ, ഇത് ഗൂഢാലോചനയാണെങ്കിൽ, വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള നീക്കമാണ് നടന്നതെങ്കിൽ അതിനെ നിയമപരമായി തന്നെ നേരിടണം. മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം. അങ്ങനെ നിയമപരമായി ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതിലൂടെ മാത്രമേ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അത്തരമൊരു നടപടിയിലേക്കാണ് കടക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് സൈബർ ഇടങ്ങളിൽ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നതിന് അപ്പുറത്തേക്ക് പൊതുസമൂഹത്തെ ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന സംശയങ്ങൾക്ക് മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണമെന്നും ഈ ഒരു വിഭാഗം വാദിക്കുന്നു. എന്തായാലും പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള അഭിപ്രായം ശക്തമായിരിക്കുകയാണ്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ രാഹുലിനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ പാർട്ടിക്കുണ്ടായ മുൻതൂക്കം ഇങ്ങനെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ പരസ്യമായ ഇടപെടലുകളിലൂടെ ഇല്ലാതാകുകയും സംശയം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നേതൃത്വത്തെ കൂടി എത്തിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അടിയന്തരമായ ഇടപെടലിന് ഹൈക്കമാൻഡ് തയ്യാറാകണമെന്ന ആവശ്യമാണ് നേതാക്കൾ മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടലിന് തയ്യാറായേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതാണ് സാഹചര്യം. ഇതിനിടയിൽ ഷാഫി പറമ്പിലിനെതിരെ ഗുരുതര ആരോപണവുമായി CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്ത് വന്നു. സ്ത്രീ വിഷയത്തിൽ രണ്ടുപേരും കൂട്ടുകച്ചവടം നടത്തുന്നവരാണ്. പെൺകുട്ടികളോട് ബംഗളൂരുവിലേക്ക് ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുന്ന ആളാണ് ഷാഫി എന്നും പാലക്കാട്ടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. അതുകൊണ്ടാണ് രാഹുലിനെതിരെ ഷാഫി ഒന്നും മിണ്ടാത്തതെന്നുമാണ് EN സുരേഷ് ബാബുവിന്റെ ആരോപണം. നേതാക്കൾ പേടിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടില്ലേ. നേതാക്കൾ പേടിക്കുന്നത് വേറെ കൊണ്ടല്ല. ഇയാളുടെ ഒരു നേതാവ് ഹെഡ്മാഷായിട്ടുള്ള ആളാരാ? ഇയാളിനെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് അല്ലേ? ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടമാണ് ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ. ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ്. ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യം. ആരോപണമല്ല, അധിക്ഷേപമാണ് CPM നടത്തിയത് എന്നതാണ് ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. കിരൺ ബാബു ചേരുന്നു. കിരൺ, CPM-ന്റെ നീക്കം വ്യക്തമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് ഷാഫി പറമ്പിലിനെയാണ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിലെ പുതിയ ഒരു ചേരിയുടെ പ്രബലനായി മാറുന്ന ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിടുന്നതിലൂടെ CPM-ന്റെ നീക്കം എന്താണ്? എന്ത് നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം? സജിത്ത്, ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഒരു പടി കൂടി കടന്ന് ഷാഫി പറമ്പിലിന് നേരെയാണ് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് ആരോപണമല്ല, അധിക്ഷേപമാണ് എന്ന് തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഉണ്ടായത്. ഇതിന് CPM-ന്റെ നേതൃത്വം മറുപടി പറയണം എന്നുകൂടി പറയുന്നു. തരത്തിലുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിച്ചത്. ഷാഫി പറമ്പിൽ രണ്ടുപേരും കൂട്ടുകച്ചവടമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഷാഫി പറമ്പിലിനെ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്ത് പറയാൻ കഴിയാത്തത്. ഷാഫി പറമ്പിലിനെ ഉദ്ദേശിച്ച് തന്നെ പറയുന്നത് ഇതിന്റെ ഈ സ്കൂൾ
സ്കൂളിലെ ഹെഡ്മാഷായ ഷാഫി പറമ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന ആളാണ്. അയാൾ ഇതിൽ മോശപ്പെട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് വരാമോ എന്ന് അവരോട് നേരിട്ട് ചോദിക്കും എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ സതീശൻ ഇവർക്കെതിരെ നടപടിയെടുക്കാനുള്ള കാരണം കൊത്തി മുറത്തിൽ കയറി കുത്തി, അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നാളെ അറിയാം, ഞങ്ങൾക്കത് നാളെ പറയേണ്ടി വരും എന്നുകൂടി പറയുന്നു. തികച്ചും ഷാഫി പറമ്പിലിനെതിരെയുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ തന്നെയാണ് EN സുരേഷ് ബാബുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായും ഇത് ഒരു രാഷ്ട്രീയ വിവാദമായി തന്നെ കോൺഗ്രസ് എടുക്കാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഷാഫി പറമ്പിലിന് നേരെ ഉന്നയിച്ചത് എന്നത് ഇതുവരെയും ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്നു, അത് അനുകൂലമായ നിലപാടാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സ്ത്രീകളെ ബാംഗ്ലൂരേക്ക് വിളിക്കും എന്നാണ് ഉള്ള ഒരു ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുകയാണ് പ്രധാനമായും CPM-ന്റെ ജില്ലാ സെക്രട്ടറി. ഷാഫി പറമ്പിൽ അതിന് അധിക്ഷേപമാണ് എന്ന തരത്തിലേക്കുള്ള മറുപടിയുമായി വന്നു. സ്വാഭാവികമായും ഇനി കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനം. രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നത് പോലെ ഷാഫി പറമ്പിലിനെ തള്ളിപ്പറയുന്നതിന് പ്രയാസമുണ്ട്. കോൺഗ്രസിന്റെ തന്നെ യുവനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി യോജിക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കാര്യമായ നടപടികൾ പാടില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന പേരിൽ ചില ആരോപണങ്ങൾ നേതാക്കളിൽ നിന്നടക്കം നേരിടേണ്ടി വരുന്നുണ്ട്. എങ്കിൽ പോലും ഷാഫി പറമ്പിലിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം CPM ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ ചെറുത്തുകൊണ്ട് രംഗത്ത് വരാൻ കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നിർബന്ധിതരാകും എന്നതുകൂടിയുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും ഷാഫി പറമ്പിലിന് നേരെയുള്ള കടന്നാക്രമണമാണ് ഇത്. CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഈ നീക്കത്തിന് പിന്നിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ടോ? അങ്ങനെയെങ്കിൽ CPM-ന്റെ പുതിയൊരു നീക്കം കൂടിയായത് മാറുകയാണ്. CPM നേതൃത്വം, സംസ്ഥാന നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമാണ്. ഒപ്പം കോൺഗ്രസിൻ്റെ തുടർ പ്രതികരണങ്ങളും വരുന്ന മണിക്കൂറുകളിൽ ഈ വാർത്തയിൽ നമുക്ക് പ്രതീക്ഷിക്കണം. മറ്റൊന്ന്, ശബരിമല വിഷയത്തിൽ G. സുകുമാരൻ നായർ കോൺഗ്രസിനെ കണക്കറ്റ് വിമർശിച്ചത് അപ്രതീക്ഷിതമായിരുന്നു. കോൺഗ്രസ് നേതാക്കളെ വലിയ വെട്ടിലാക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ പൊതുവിൽ ഇന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ പ്രതികരണവും വരുന്നുണ്ട്. എന്തായാലും G. സുകുമാരൻ നായരെ അനുനയിപ്പിക്കാനാണ് KPCC നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ നീക്കം. നേതാക്കൾ NSS ആസ്ഥാനത്തെത്തി ചർച്ച നടത്തും. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമെന്ന കോൺഗ്രസിൻ്റെ നിലപാട് ബോധ്യപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് UDF മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. NSS-ഉമായി ഒരു അഭിപ്രായ ഭിന്നതയുമില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് UDF പോയിരുന്നെങ്കിൽ അപഹാസ്യരായനെ എന്നും സതീശൻ പറയുന്നു. ആദ്യം സതീശന്റെ വാക്കുകൾ. ശബരിമലയിലെ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് സംരക്ഷിക്കാൻ. ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്തും നിലപാടെടുത്ത് ഞങ്ങളല്ലേ കൂടെ നിന്നത്. ഞങ്ങൾ NSS-ഉമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനെ പോലെ ഞങ്ങളും പരിഹാസ പാത്രമാകുമായിരുന്നു. അവിടെ 4200 പേര് വരുമെന്ന് പറഞ്ഞിട്ട് 600 ചില്ലാൻ പേര് മാത്രം പങ്കെടുത്ത പരിപാടി, വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്, ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദിയേക്കാൾ വർഗീയവാദിയായ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം അവിടെ വായിച്ച് മന്ത്രി കോൾമയിർ കൊണ്ടത്, ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നു. NSS-ഉമായി എക്കാലത്തും കോൺഗ്രസിന് നല്ല സൗഹൃദമുണ്ടെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത്. അദ്ദേഹവും അനുനയ സാധ്യത തള്ളിക്കളയുന്നില്ല. NSS-ഉമായിട്ട് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങളുമാണുള്ളത്. അവരുടെ എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ സജീവമായിട്ട് തന്നെ പരിഗണിക്കും. രാഷ്ട്രീയമായി UDF-ന് തിരിച്ചടി എല്ലാ കാലത്തും NSS-ന്റെ നിലപാട് സമദൂര നിലപാടാണ്, പ്രഖ്യാപിത നിലപാട്. ആ നിലപാടിൽ നിന്നും വ്യത്യാസമുണ്ട്. ശബരിമലയിൽ കോൺഗ്രസ് നിലപാടിൽ മാറ്റമില്ലെന്നും സാമുദായിക സംഘടനകൾക്ക് അവരുടെ നിലപാട് സ്വീകരിക്കാമെന്നും K. മുരളീധരൻ പറയും. ശബരിമലയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ല. മാത്രമല്ല, ശബരിമലയിലെ ഈ വിഷയമുണ്ടായപ്പോൾ ശക്തമായ രാഷ്ട്രീയ തീരുമാനമെടുത്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസാണ്. NSS നടത്തിയ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തർക്കെതിരെ നടത്തിയ കേസുകൾ, ഇതൊന്നും പിൻവലിക്കാൻ തയ്യാറാവാത്ത സർക്കാർ എന്ത് മാറ്റമാണ് അവരുടെ നയത്തിൽ വരുത്തിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്നെടുത്ത നിലപാടിൽ തന്നെയാണ് ഇന്നും ഉറച്ചു നിൽക്കുന്നത്. അതിന്റെ വരും വരായികൾ എന്താണെങ്കിലും ശരി, ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. അല്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഒരു സമുദായ സംഘടന അനുകൂലിച്ചും പ്രതികൂലിച്ചും എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് എടുക്കാൻ അവകാശമുണ്ട്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ ഞങ്ങളില്ല. പക്ഷെ ഞങ്ങളുടെ നയത്തിൽ ഞങ്ങൾ മാറ്റം വരുത്തില്ല.
NSSുമായി ഒരു തർക്കത്തിനുമില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. വിശ്വാസ സംരക്ഷണത്തിൽ NSSുമായി യോജിച്ചാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത്. സർക്കാരാണ് യു ടേൺ എടുത്തത്. ആചാര സംരക്ഷണത്തിന് സർക്കാരിനെ കഴിയൂ എന്നതിൽ തർക്കമില്ല, അത് സർക്കാർ ചെയ്യുന്നില്ല എന്നതാണ് പ്രശ്നമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിനുമില്ല, പണ്ടും ഇല്ല, ഇന്നും ഇല്ല, നാളെ നമ്മൾ തർക്കത്തിന് പോകാനില്ല. നമ്മളുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ പോവുക എന്നുള്ളതല്ലാതെ നമുക്ക് വേണ്ടത് എന്താ, വിശ്വാസ സംരക്ഷണം ഇവിടെ നടക്കുമോ ഇല്ലയോ, അതാ പ്രധാനപ്പെട്ട പ്രശ്നം. യെസ്, എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന അനുനയ നീക്കങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, എപ്പോഴും സമുദായ സംഘടനകളുമായി ഒരു അനുനയത്തിന്റെ പാത സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അവരെ വെല്ലുവിളിച്ച് ഒരു കാലത്തും തെരഞ്ഞെടുപ്പിലെ നേരിട്ട ചരിത്രം സമീപകാലത്തൊന്നും കോൺഗ്രസിനില്ല. അവിടെയാണ് ഇപ്പോൾ NSSന്റെ ഇപ്പോഴത്തെ ജി സുകുമാരൻ നായരുടെ വാക്കുകൾ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത്. എന്ത് അനുനയ സാധ്യതയാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്? എന്ത് ശ്രമമായിരിക്കും കോൺഗ്രസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാണ്? സജിത്ത്, പ്രധാനമായും കോൺഗ്രസിനെ വെട്ടിലാക്കിയത് രണ്ട് ഘടകമാണ്. ആദ്യം ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിൽ NSSന്റെ പ്രതിനിധി പങ്കെടുക്കുന്നു. അത് സുകുമാരൻ നായരല്ല പങ്കെടുത്തത്, അത് തിരുവനന്തപുരം യൂണിയന്റെ പ്രസിഡന്റ് സംഗീതാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെയൊക്കെ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാമായിരുന്നു. സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുത്തതുപോലെ സുകുമാരൻ നായർ നേരിട്ട് പങ്കെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ്. പക്ഷേ അതിന് തൊട്ടടുത്ത ദിവസമാണ് വീണ്ടും ഒരു അഭിമുഖം നൽകുന്നു, ഒരു ഇംഗ്ലീഷ് പത്രത്തിന് അഭിമുഖം നൽകുന്നു. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായി തന്നെ സുകുമാരൻ നായർ പറയുന്നത് അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കുക മാത്രമല്ല, ഇടതുപക്ഷ സർക്കാരിനെ അനുകൂലിക്കുകയും ഒപ്പം കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ തള്ളിക്കളയുകയും ചെയ്യുന്നു. കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിലടക്കം തള്ളി പറഞ്ഞത്, പ്രത്യേകിച്ച് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ശക്തമായ നിലപാട് സ്വീകരിച്ച് ഒരു NSS പക്ഷത്ത് നിന്ന് കോൺഗ്രസിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയും സർക്കാർ നിലപാട് മാറ്റി അതുകൊണ്ട് സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന മട്ടിലേക്ക് വരികയും ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയമായ ഒരു വലിയ ആഘാതമാണ്. ഇനി തൊട്ടടുത്ത് തന്നെ ഒരു മാസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതിന് തൊട്ടപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും അധികാരത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ വിഷയം കൂടിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് സമദൂരം എന്നൊക്കെ NSS പറയുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി തന്നെ 2021 തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ദിവസം രാവിലെ തന്നെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞതാണ്, ശബരിമലയിലെ സർക്കാർ നടത്തിയ വിശ്വാസ വഞ്ചനയ്ക്ക് ജനങ്ങളുടെ മനസ്സിലെ രോഷം ഇപ്പോഴും അടങ്ങിയിട്ടില്ല, അതിന്റെ പ്രതിഫലനം ഇവിടെ ഉണ്ടാവും. അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു വോട്ട് തന്നെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മാറ്റണം, പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് മാറ്റണം എന്നുള്ള ഒരു പരസ്യമായ ആഹ്വാനം നടത്തുക അടക്കം ചെയ്തൊരു നേതാവാണ്. അവിടെ നിന്നാണ് ഇപ്പോഴേ കോൺഗ്രസിന്റെ നേതൃത്വം കോൺഗ്രസിനെ പരസ്യമായി തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് പരസ്യമായി തള്ളിപ്പറയുമ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനോ അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോ, ഈ രണ്ടുപേരുമായും വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളല്ല ജി സുകുമാരൻ നായർ എന്ന് മാത്രമല്ല, സുകുമാരൻ നായർ പലപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ശക്തമായ സുകുമാരൻ നായരുടെ വാക്കുകളെ അടക്കം എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് VD സതീശൻ. അത്തരമൊരു എതിർപ്പ് കൂടി സുകുമാരൻ നായർക്ക് കോൺഗ്രസിനോടുണ്ട്. താൻ ഒരു തരത്തിലും താനുമായി ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്താത്ത അല്ലെങ്കിൽ താനിൻ്റെ അഭിപ്രായങ്ങൾ തേടാത്ത രണ്ടുപേരാണ് പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനങ്ങൾ കോൺഗ്രസിനെ നയിക്കുന്നത്. അതിനുള്ള ഒരു വിയോജിപ്പ് കൂടി സുകുമാരൻ നായർക്കുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടായിരിക്കും സുകുമാരൻ നായർ ഇത്തരമൊരു അഭിപ്രായം, കോൺഗ്രസിനെ തള്ളിപ്പറയുന്നൊരു അഭിപ്രായത്തിലേക്ക് വന്നത്. ഇത് കോൺഗ്രസിന് പാച്ചപ്പ് ചെയ്യണം എന്നുള്ളത് കോൺഗ്രസിന് രാഷ്ട്രീയമായ ആവശ്യമാണ്. ഒപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗം നേതാക്കളെങ്കിലും ഇതിനെ VD സതീശനെതിരെയുള്ള ഒരു ആയുധമായി കൂടി ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും ഇത് പാച്ചപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൽ നിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം NSSനെ ഉടക്കി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കലെത്തിക്കുമ്പോൾ ഇതിൻ്റെ സാധ്യതകൾ കോൺഗ്രസ് തേടും. ആ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ ജി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് ബാനറിലെ വിമർശനം. വെട്ടിപ്പുറം NSS കരയോഗത്തിന് മുന്നിലാണ് ഈ ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നേരത്തെയും ഈ NSS നേതൃത്വത്തിന്റെ നിലപാടുകൾ പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നുള്ളതാണ്. മുമ്പ് ഒരു ഘട്ടത്തിൽ ഒരു BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്ന തോന്നലുണ്ടായപ്പോഴും സമാനമായ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് നിന്നുണ്ടായതാണ്. എല്ലാ കാലത്തും നേതൃത്വത്തിനെതിരെ വിമർശനങ്ങളുണ്ട്. സമാനമായ നീക്കമാണ്. ഒരു മാധ്യമങ്ങളോട് ഇന്നലെ അദ്ദേഹം ശബ്ദ സംപ്രേഷണത്തിലൂടെ തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, കോൺഗ്രസിനെയും BJPയും കടന്നെതിർക്കുകയും അതേസമയം സർക്കാരിനോട് മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്തതാണ് സുകുമാരൻ നായർ. അതിലാണിപ്പോൾ വലിയ പ്രതിഷേധമുണ്ടാവുന്നത്. ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, ഇത് ഈ കരയോഗത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ പറയുന്നത് എന്താണ്? ഒപ്പം തന്നെ ഇതിന് പിന്നിൽ ആരാണ്? എന്താണ് അവിടെ നേരത്തെ എന്തെങ്കിലും കരയോഗ തലത്തിൽ എന്തെങ്കിലും NSSൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള സ്ഥലമാണോ അത്?
അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ നിലപാടാണ് ഈ പ്രതിഷേധത്തിന് കാരണം. വെട്ടിപ്പുറത്താണ്, താഴെ വെട്ടിപ്പുറത്തെ പത്രത്തിന് താഴെ വെട്ടിപ്പുറത്ത് NSS കരയോഗത്തിന് മുന്നിലാണ് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് വലിച്ചു കെട്ടിയിട്ടുള്ളത്. അത് പ്രധാനമായും പിണറായി കട്ടപ്പായോടുകൂടി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അത് വലിയ പരിഹാസത്തോടുകൂടിയാണ് കുമാരൻ നായർ സമുദായത്തിന് നാണക്കേട് എന്ന് പറയുന്നു. ഒപ്പം കുടുംബകാര്യത്തിന് വേണ്ടി സമുദായത്തിന് പിന്നിൽ നിന്ന് കുത്തിയെന്നും ഉള്ള പരാമർശമാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ കരയോഗത്തിലുള്ള ചില ആളുകളുടെ പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് കുമാരൻ നായർക്കെതിരെ. അതിനൊരു പശ്ചാത്തലം എന്ന നിലയ്ക്കാണ് ഈ NSSന്റെ വെട്ടിപ്പുറത്തെ കരയോഗത്തിന്റെ മുന്നിൽ ഇത്തരത്തിൽ ഒരു ബാനർ വലിച്ചു കെട്ടിയിട്ടുള്ളത്. പ്രതിഷേധവുമായിട്ട് വാക്കുകൾ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായും NSS കരയോഗത്തിന്റെ ഭാരവാഹികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കരയോഗത്തിൽ ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ജനറൽ സെക്രട്ടറി തീരുമാനത്തിനെതിരെ. അതാണ് പ്രതീക്ഷിക്കുന്നത്. NSSന്റെ പൂർണ്ണമായ തീരുമാനവും അഭിപ്രായവുമല്ല എന്ന കാര്യം കരയോഗത്തിന്റെ ഭാരവാഹികൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും NSS കരയോഗ ഓഫീസിന് മുന്നിൽ പത്തനംതിട്ടയിലാണ് ജി സുകുമാരൻ നായർക്കെതിരെ ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ NSSന്റെ നിലപാട് മാറ്റത്തിൽ ദുഃഖിതനാണെന്ന് PC ജോർജ് പറയുന്നു. സുകുമാരൻ നായർ എങ്ങനെ ഈ അബദ്ധം കാണിച്ചു എന്ന് അറിയില്ലെന്നും PC ജോർജിന്റെ വാക്കുകൾ. ഒരു NSSന്റെ പ്രവർത്തകനെ ഇവിടെ കണ്ടില്ല. അപ്പം SNDP NSSും പിന്തുണ എന്ന് പറയുന്നത് അത് നേതാക്കന്മാരുടെ പ്രസിഡന്റുമാരുടെ ഒരു പിന്തുണ മാത്രമാണ്, ജനങ്ങളതല്ല. അത് NSSന്റെ കഷ്ടകാലം. പക്ഷെ നായന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ശബരിമല സംരക്ഷണ സംഗമത്തിന് പിന്നാലെ സന്യാസി യാത്രയുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വരികയാണ്. 2000-ൽ പരം സന്യാസിമാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള യാത്ര കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒക്ടോബർ 7 മുതൽ ഒക്ടോബർ 21 വരെയാണ് യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഗത സംഘം രൂപീകരണത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശനും പങ്കെടുത്തു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, സംഘപരിവാർ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി പല തരത്തിലുള്ള നീക്കങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും പുതിയതായിട്ടാണ് സന്യാസികളുടെ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശം? നമുക്കറിയാം മാർഗദർശക് മണ്ഡൽ ഈ സന്യാസിമാരുടെ ഇന്ത്യ ഒട്ടാകെയുള്ള സംഘടനയായ മാർഗദർശക് മണ്ഡലിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ കേരളത്തിലേക്ക് അവർ ശ്രദ്ധയൂന്നുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ ആദ്യമായി സന്യാസ ധർമ്മ സന്ദേശ യാത്ര എന്ന പേരിൽ ഏതാണ്ട് 2000-ഓളം സന്യാസിമാരെ, അതിപ്പോൾ കേരളത്തിൽ നിന്നുള്ള മാത്രമല്ല പുറത്തു നിന്നുള്ള ഉടുപ്പി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള 2000-ഓളം സന്യാസിമാരുടെ സാന്നിധ്യം ഇതിലുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. കന്നഡ, ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിലെ പ്രമുഖ സന്യാസിമാർ, വിവിധ ക്ഷേത്രങ്ങളിലെ മുഖ്യസ്ഥന്മാർ, ജനപ്രതിനിധികൾ എന്നിവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ സംഘപരിവാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേരള തനിമയിലേക്ക് എന്നാണ് ഇതിൻ്റെ ഒരു മുദ്രാവാക്യമായി അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി. സാഹിത്യകാരൻ C രാധാകൃഷ്ണനാണ് ഈ യാത്രയുടെ ചെയർമാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ സ്വാഗത സംഘത്തിൽ 2 പേർ മാത്രമാണ് സന്യാസിമാരല്ലാത്തവരായി ഉള്ളത്. ബാക്കിയൊക്കെ സന്യാസിമാരാണ്. അതിൽ ഒരാൾ സാഹിത്യകാരൻ C രാധാകൃഷ്ണനാണ്. ഒപ്പം രണ്ടാമത്തെ ആൾ ട്രഷറർ അനിൽ വിളയിലാണ്. വിശുദ്ധ പക്ഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ അനിൽ വിളയിലാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്വാഗത സംഘം അംഗം എന്നുള്ളതാണ്. എല്ലാ ജില്ലകളിലും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ സെമിനാറുകളും മറ്റും സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം നേരത്തെ നമ്മൾ പന്തളത്ത് കണ്ടതുപോലെ പന്തളത്ത് ഉണ്ടായിരുന്ന നമുക്കറിയാം ശബരിമല സംരക്ഷണ സംഗമം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഹിന്ദു സംഘടനകൾ നേതൃത്വത്തിലുള്ള വലിയ പൊതുപരിപാടി, പൊതുയോഗമടക്കം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും വലിയ സ്വീകരണങ്ങൾ ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം NSSന്റെയും SNDPയുടെയും വിശ്വകർമ്മ സഭയുടെയും വനിതാ നേതാക്കളാകും ഈ പൂർണ്ണ കുംഭമൊക്കെ നൽകി സന്യാസിമാരെ സ്വീകരിക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണം നടന്നിരുന്നു. ഇതിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശനടക്കം പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും വിവിധ ക്ഷേത്രങ്ങളുടെ മുഖ്യസ്ഥന്മാർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ പരിപാടി എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ശബരിമല സംരക്ഷണ സംഗമം അല്ലെങ്കിൽ ശബരിമല സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള തയ്യാറെടുപ്പുകൾ ഹിന്ദു സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അവിടെ ഏതാണ്ട് 40,000-ഓളം ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ വിവിധ ജില്ലകളിൽ സമാനമായ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ ആസൂത്രണം ചെയ്ത കാര്യം. സയ്യിദ്, സംഘപരിവാർ സംഘടനകളുടെ പുതിയ നീക്കമാണ് സന്യാസി യാത്ര. ഭൂട്ടാർ വാഹന തട്ടിപ്പിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ ED.
വാഹന തട്ടിപ്പിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്നാണ് EDയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി കൊച്ചിയിൽ പിടിച്ചെടുത്ത ഫസ്റ്റ് ഓണർ വാഹനം മലയാളിയുടേതെന്ന് തന്നെയാണ് സംശയം. ആസാം സ്വദേശി മാഹിൻ അൻസാരി എന്നായിരുന്നു RC ബുക്കിലെ മേൽവിലാസം. എന്നാൽ എൻജിൻ നമ്പർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വാഹനത്തിന്റെ വിലാസം മൂവാറ്റുപുഴയുടെ സ്വദേശിയുടേതാണെന്ന് കണ്ടെത്തി. ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന കർശനമാക്കി. ഭൂട്ടാൻ കാർ തട്ടിപ്പ് കേസിൽ കസ്റ്റംസിൻ്റെയും അതോടൊപ്പം തന്നെ EDയുടെയും അന്വേഷണം തുടരുകയാണ്. ED പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ ബെനാമി ഇടപാടുകൾ അടക്കം ഈ കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. കള്ളപ്പണം ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ EDയുടെ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ ഒരു വിലയിരുത്തലായുണ്ട്. അതുകൊണ്ട് പ്രാഥമികമായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് കുറച്ചുകൂടി വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം കസ്റ്റംസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ പുതിയ വസ്തുതകൾ കുറച്ചുകൂടി ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പലരും തന്നെ അവരുടെ കൈവശമുള്ള വാഹനങ്ങൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതായുള്ള വിവരങ്ങൾ കസ്റ്റംസിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്ന ചെക്ക് പോസ്റ്റുകൾ അതിൽ കൂടുതൽ പരിശോധനകൾ കർശനമാക്കാനായിട്ട് നിർദ്ദേശം കസ്റ്റംസിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ വാഹന പരിശോധന സംശയാസ്പദമായ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഈ ആഡംബര വാഹനങ്ങൾ, അത് പുറത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട വാഹനങ്ങൾ, ഇതര സംസ്ഥാനങ്ങളുടെ രജിസ്ട്രേഷനുള്ള വാഹനങ്ങളാണ് കൂടുതലായും അതിൻ്റെ രേഖകൾ പരിശോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കസ്റ്റംസിന് സംശയമുള്ള ചില വാഹനങ്ങൾ, അതിൻ്റെ വിവരങ്ങൾ കസ്റ്റംസ് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നമ്പറുകളടക്കം ചെക്ക് പോസ്റ്റുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടിയിലായ ഈ ഫസ്റ്റ് ഓണർ വാഹനം, അത് ഒരു മഹിൻ അൻസാരിയുടേതെന്ന് പറയുന്ന അസം സ്വദേശിയുടെ വാഹനമാണ് എന്ന രീതിയിലായിരുന്നു അതിൻ്റെ RC ബുക്ക് ഉണ്ടായിരുന്നത്. അത് ലാൻഡ് ക്രൂസറാണ്. അത് 92 മോഡലാണ്. 2012 അത് ഇവിടെ രജിസ്ട്രേഷൻ, അരുണാചൽ പ്രദേശിൽ രജിസ്ട്രേഷൻ നടത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഈ മഹിൻ അൻസാരിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊരു മേൽവിലാസം, അങ്ങനെയൊരാൾ അസമിലില്ല എന്നത് ബോധ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇതിൻ്റെ ചേസ് നമ്പർ, എൻജിൻ നമ്പർ അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയപ്പോൾ അത് മൂവാറ്റുപുഴ സ്വദേശിയായ ഒരാളുടേതാണ് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ RC ബുക്കിലേത് എങ്ങനെയാണ് വ്യാജവിലാസമാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. മൂവാറ്റുപുഴ സ്വദേശിക്ക് നിലവിൽ സമൻസ് നൽകാനാണ് നീക്കം നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇയാൾ കസ്റ്റംസിൽ ഹാജരായിക്കൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, ഇത് നിറം മാറ്റാൻ ഉള്ള കാര്യങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്, അത് എന്ത് സാഹചര്യത്തിലാണ് എന്നത് വിശദീകരിക്കാനാണ് സമൻസ് നൽകുന്നത്. ഒപ്പം തന്നെയും നടൻ അമിത് ചക്കാലക്കൽ, ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനാണ് കസ്റ്റംസ് തീരുമാനിക്കുന്നത്. ഇയാളുടെ ഒരു വാഹന ഇടപെടൽ, അത്തരം കാര്യങ്ങൾ, താരങ്ങൾക്കിടയിൽ കൂടുതലും ഇത്തരം ആഡംബര വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് പരിചയമുള്ള ഗ്യാരേജിൽ ഇയാളുടെ ശുപാർശയിൽ കൂടുതൽ വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയെന്നതും കസ്റ്റംസ് പരിശോധിക്കുകയാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ കൂടുതൽ പരിശോധനയിലേക്ക് കടക്കുന്നു ED. പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള ഹൈക്കോടതിയുടെ വിലക്ക് തുടരും. ദേശീയപാതയിൽ യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് നടപടി. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ ദേശീയപാത അതോറിറ്റി മറുപടി നൽകണം. ഹർജി ഹൈക്കോടതി ഈ മാസം 30 പരിഗണിക്കാൻ മാറ്റിവെച്ചു. മുരിങ്ങൂരിൽ എന്താണ് അവസ്ഥയെന്ന് ഹൈക്കോടതി ചോദിച്ചു. ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കുണ്ടോ എന്നും ജില്ലാ കളക്ടറോട് ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. ആമ്പല്ലൂരിനും മുരിങ്ങൂരിനും ഇന്നലെ ഗതാഗത കുരുക്കുണ്ടായെന്ന് തൃശൂർ ജില്ലാ കളക്ടർ മറുപടി നൽകുകയും ചെയ്തു. കൊച്ചി ആഴക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലായ MSC എൽസ കപ്പൽ കമ്പനി നഷ്ടപരിഹാരമായി 1200 കോടി രൂപ കെട്ടിവെക്കണം. ഹൈക്കോടതിയുടെയാണ് ഇടക്കാല ഉത്തരവ്. തുക കെട്ടിവെച്ച ശേഷം MSC അക്യുറ്റ 2വിൻ്റെ അറസ്റ്റ് പിൻവലിക്കുന്നതിൽ തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. കപ്പൽ ഉടമകളായ MSC ഷിപ്പിംഗ് കമ്പനിക്കെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ 9531 കോടി രൂപയുടെ നഷ്ടപരിഹാരമാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. അപകടത്തെ തുടർന്ന് എണ്ണച്ചോർച്ചയടക്കം പരിസ്ഥിതിക്കുണ്ടായ മലിനീകരണം, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ നഷ്ടം, മാലിന്യ നീക്കം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് നഷ്ടപരിഹാരം തേടിയത്.
ഹൈക്കോടതി ഇനി കളമശ്ശേരിയിലേക്ക്. ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകി. HMTയുടെ കൈവശമുള്ള 27 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാനാണ് തീരുമാനം. പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2023 മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസ് വാർഷിക യോഗത്തിന്റെ തീരുമാനപ്രകാരമുള്ള നടപടികളുടെ തുടർച്ചയായാണ് ഈ തീരുമാനം. ഇതിന്റെ ഭാഗമായി നിയമവകുപ്പ് മന്ത്രി പി രാജീവ്, ഹൈക്കോടതി ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, ബെച്ചു കുര്യൻ തോമസ്, രാജ വിജയരാഘവൻ, സതീഷ് നൈനാൻ എന്നിവരുടെ നേതൃത്വത്തിൽ കളമശ്ശേരിയിലെ സ്ഥലം സന്ദർശിച്ച ശേഷം പദ്ധതിയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കിയിരുന്നു. ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റിയുടെ പ്രാഥമിക രൂപരേഖ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായാൽ ജുഡീഷ്യൽ സിറ്റി നിർമ്മാണത്തിലേക്ക് കടക്കും. 27 ഏക്കർ ഭൂമിയിലായി 12 ലക്ഷത്തിലധികം ചതുരശ്ര അടി കെട്ടിട സൗകര്യം ഉൾപ്പെടെ രാജ്യാന്തര തലത്തിലുള്ള ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ജുഡീഷ്യൽ സിറ്റിയാണ് വിഭാവനം ചെയ്യുന്നത്. തുല്യതയ്ക്കും സ്വാതന്ത്ര്യത്തിനും ജീവനുമുള്ള മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന 14, 19, 21 ആർട്ടിക്കിളുകൾ പ്രതിനിധീകരിക്കുന്ന 3 ടവറുകളിലായാണ് രൂപകൽപ്പന. നിലവിലെ ഹൈക്കോടതി മന്ദിരം വിപുലീകരിക്കാൻ പരിമിതികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നും നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി. പദ്ധതിക്ക് 1000 കോടിയിലധികം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതിനും കേന്ദ്ര സഹായം ലഭിക്കുന്നതിനുമുള്ള സാധ്യത പരിശോധിക്കുന്നതിനും ആഭ്യന്തര വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. CPIയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഡി രാജ തുടരും. ഇന്നലെ രാത്രി നിർവാഹക സമിതി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാം പ്രായപരിധി ബാധകമാക്കിയിരുന്നെങ്കിലും രാജയ്ക്ക് മാത്രം ഇളവ് അനുവദിച്ചു. ജനറൽ സെക്രട്ടറി പദത്തിൽ തുടരാൻ രാജ താൽപ്പര്യപ്പെട്ടപ്പോൾ നേരത്തെ ഉയർന്നു കേട്ട AITUC ജനറൽ സെക്രട്ടറി അമർജിത് കൗർ മൗനം പാലിക്കുകയായിരുന്നു. ദേശീയ സെക്രട്ടറി ആനി രാജയും മൗനം പാലിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തെത്തിയ ആദ്യ ദളിത് നേതാവായ രാജ 2019 മുതൽ ജനറൽ സെക്രട്ടറിയാണ്. സുധാകർ റെഡ്ഡി സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് ആദ്യ അവസരം ലഭിച്ചത്. 2020 വിജയവാഡ പാർട്ടി കോൺഗ്രസിലും രാജ ജനറൽ സെക്രട്ടറിയായി. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറിയതിന് CPM ഏരിയ സെക്രട്ടറിയെ 1-ാം പ്രതിയാക്കിയ കേസ്. CPM പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു, അഡ്വക്കേറ്റ് അനന്തു സുരേഷ് എന്നിവരെയും കണ്ടാലറിയുന്ന 15 പേരെയും പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. സൗത്ത് പാർക്ക് ഗ്രൂപ്പിന്റെ പരാതിയിലാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. എന്നാൽ ഗുണ്ടകളെ ഇറക്കിയതും സ്ഥലം കയ്യേറിയതും സൗത്ത് പാർക്ക് മാനേജ്മെന്റാണെന്നാണ് CPMന്റെ ആരോപണം. ഞായറാഴ്ചയാണ് വഞ്ചിയൂർ പേട്ട റോഡിലെ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിൽ സംഘർഷമുണ്ടായത്. ഗുണ്ടകളുടെ സഹായത്തോടെ ഓഫീസ് കയ്യേറി നശിപ്പിച്ചുവെന്നാണ് ഉടമസ്ഥരായ സൗത്ത് പാർക്ക് ഗ്രൂപ്പിന്റെ പരാതി. ഓഫീസിലെ കമ്പ്യൂട്ടറുകളും സാധന സാമഗ്രികളും അടിച്ചു തകർത്തു. ഇതേ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഓഫീസ് CPM പ്രവർത്തകർ ആക്രമിച്ചതായും പരാതിയുണ്ട്. ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തി എന്തുകൊണ്ട് ഈ തൽപര കക്ഷികൾക്ക് ഞങ്ങളുടെ അടുത്ത് എന്താണ് വിരോധം, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് അവർക്ക് തെറ്റ് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല. FIR ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഇന്റിമേഷൻ വന്നു. അതിൽ ജാമ്യമില്ല വകുപ്പാണ് അവർ ഈ LCയുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. സൗത്ത് പാർക്ക് ഗ്രൂപ്പ് തമിഴ്നാട് സ്വദേശിയിൽ നിന്ന് പാട്ടത്തിനെടുത്ത സ്ഥലത്തായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പ്രവർത്തിച്ചിരുന്നത്. ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇവിടെ എത്തിയതെന്നും അനധികൃതമായി സ്പിരിറ്റും കോടയും സൂക്ഷിച്ചിരുന്നതായും CPM പറയുന്നു. സ്പിരിറ്റ് അങ്ങനെയുള്ള തുടങ്ങിയുള്ള സാധനങ്ങൾ, കോട, ഈ ചാരായം പാറ്റാനുള്ള കോട തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതായി കാണുകയും അങ്ങനെ ഇവിടെ കുറച്ച് ആൾ കൂടുകയൊക്കെ ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വന്ന് നോക്കിയതൊക്കെ. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പുള്ളിക്ക് അറിയില്ല. കെട്ടിടത്തിന്റെയും സ്ഥലത്തിന്റെയും ഉടമസ്ഥയെ ചൊല്ലി തർക്കമുണ്ടായിരുന്നതായും സൂചനയുണ്ട്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രാദേശിക നേതാക്കൾ സ്ഥലത്തെത്തിയത്. യഥാർത്ഥ ഉടമയെ ഗുണ്ടകൾ ഉപയോഗിച്ച് തടഞ്ഞു. അത് ചോദ്യം ചെയ്തതിന് സൗത്ത് പാർക്ക് മാനേജ്മെന്റ് വ്യാജ പരാതി നൽകുകയായിരുന്നെന്നും CPM ആരോപിക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരം പോലീസിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ വിവാദ ഭൂമിയും കെട്ടിടവും. ന്യൂസ് 18 തിരുവനന്തപുരം. ലഡാക്കിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ സംഘർഷത്തിൽ രാഷ്ട്രീയ വിവാദം. പരിസ്ഥിതി പ്രവർത്തകൻ സോണൽ വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ വിമർശിച്ചപ്പോൾ കോൺഗ്രസ് കൗൺസിലറാണ് ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് BJPയുടെ ആരോപണം. കൗൺസിലർ സെപ്പാങ്ങിന്റെ ദൃശ്യങ്ങളും BJP പുറത്തുവിട്ടു. ലഡാക്കിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്.
ലഹരി വിരുദ്ധ സന്ദേശവുമായി ന്യൂസ് 18 കേരളം നടത്തിവരുന്ന AD 2025 ക്യാമ്പയിൻ നാളെ സമാപിക്കും. തിരുവനന്തപുരം മാർ ഇവാനിയോസ് നഗറിലെ ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന AD 2025 ഗ്രാൻഡ് ഫിനാലെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, മേയർ ആര്യ രാജേന്ദ്രൻ, VK പ്രശാന്ത് MLA, മുൻ DGP ഋഷിരാജ് സിംഗ് എന്നിവർ പങ്കെടുക്കും. ജൂൺ 10 എറണാകുളം കാക്കനാട് രാജഗിരി കോളേജിലായിരുന്നു AD 2025 ആന്റി ഡ്രഗ് ഇനീഷ്യേറ്റീവിന് തുടക്കമായി. കോഴിക്കോട് ദേവഗിരി കോളേജിലും കോട്ടയം മാന്നാനം KE കോളേജിലും പരിപാടി സംഘടിപ്പിച്ച ശേഷമാണ് മാർ ഇവാനിയസ് കോളേജിൽ നാളെ ക്യാമ്പയിന് സമാപനമാകും. ഏഷ്യ കപ്പ് മത്സരത്തിനിടെ പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിച്ചതിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെ പരാതി നൽകി BCCI. ഇന്ത്യക്കെതിരായ സൂപ്പർ 4 പോരാട്ടത്തിനിടെ പാക് താരങ്ങളായ ഹാരിസ് റൌഫും സാബിത് സാദ ഫർഹാനും ഇന്ത്യൻ ആരാധകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആംഗ്യങ്ങളും സെലിബ്രേഷനും ചെയ്തത് വലിയ വിവാദമായിരുന്നു. ഓസ്ട്രേലിയൻ മുൻ ക്രിക്കറ്റ് താരവും 2 തവണ ലോകകപ്പ് ജേതാവുമായ ലീസ കിഡ്ലിയെ മുംബൈ ഇന്ത്യൻസിന്റെ വനിതാ ടീമിന്റെ മുഖ്യ പരിശീലകയായി നിയമിച്ചു. 1997-ലും 2005-ലും ഓസ്ട്രേലിയയുടെ ലോകകപ്പ് ജേതാക്കളായ ടീമുകളുടെ ഭാഗമായിരുന്നു കിഡ്ലി. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമുകളുടെ പരിശീലകയായിരുന്നു. കളിക്കളത്തിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി മാറിയ കിഡ്ലി 9 ടെസ്റ്റുകളിലും 82 ഏകദിനങ്ങളിലും ഒരു 2020-ലും ഓസ്ട്രേലിയയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ലീസ കിഡ്ലിയെ മുംബൈ ഇന്ത്യൻസ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് നിത അംബാനി പ്രതികരിച്ചു. കൊച്ചി കാക്കനാട് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസിലെ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിംഗ് വിഭാഗം മാക്ടയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ചലച്ചിത്രോത്സവം മാക്ട റീഫ് സംവിധായകൻ ബ്ലസ്സി ഉദ്ഘാടനം ചെയ്തു. ഇൻഡസ്ട്രി അക്കാദമി ഉച്ചകോടിയായ കോൺഫ്ലുവൻസ് 2.0യുടെ ഭാഗമായിട്ടാണ് ചലച്ചിത്രോത്സവം നടത്തുന്നത്. പ്രശസ്ത സംവിധായകൻ KG ജോർജിന്റെ 2ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രദർശനവും അനുസ്മരണവും സംഘടിപ്പിച്ചു. KG ജോർജിന്റെ മകൾ താര K. ജോർജ് ഓർമ്മകൾ പങ്കുവച്ചു. SH പ്രൊവിൻഷ്യൽ ഫാദർ ബെന്നി നാൽക്കര CMI അധ്യക്ഷത വഹിച്ചു. കോളേജ് ഡയറക്ടർ ഡോക്ടർ മാത്യു വട്ടത്തറ, CMI പ്രിൻസിപ്പൽ ഡോക്ടർ ലാലി മാത്യു, ആക്ടർ ചെയർമാൻ ജോഷി മാത്യു, അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ തുടങ്ങിയവർ